നമസ്കാരം. ഞാൻ ഡോക്ടർ പി ലക്ഷ്മി അമ്മാൾ, പട്ടം SUT ആശുപത്രിയിലെ ഗൈനക്കോളജിസ്റ്റ് ആണ്. സിസേറിയൻ കൂടി വരുന്നു എന്നുള്ള പരാതി ഉള്ള ഒരു കാലമാണിത്. ഞാൻ ഒരു ഗൈനക്കോളജിസ്റ്റ് ആയതുകൊണ്ട് എന്തുകൊണ്ടാണ് നമുക്ക് കൂടുതൽ സിസേറിയൻ ചെയ്യേണ്ടി വരുന്നത് എന്ന് സംസാരിക്കാനാണ് ഞാൻ ഈ വീഡിയോ ഉപയോഗിക്കുന്നത്. പലപ്പോഴും നമ്മൾ കേൾക്കുന്ന ഒരു പരാതിയാണ്, പ്രസവമുറിയിൽ കയറ്റിയപ്പോഴും ഒരു കുഴപ്പവുമില്ല എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് വന്ന് സിസേറിയൻ വേണം എന്ന് ഡോക്ടർ പറഞ്ഞു, സിസേറിയൻ ചെയ്തു എന്നൊക്കെ. ഈ സിസേറിയൻ എന്ന് പറയുന്നത് സിസേറിയൻ ശസ്ത്രക്രിയ വഴി കുഞ്ഞിനെ പുറത്തെടുക്കേണ്ടി വരുന്നത് പലപ്പോഴും നമുക്ക് മുൻകൂട്ടി പ്രവചിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ്. ഇപ്പോൾ നേരത്തെ സിസേറിയൻ ആണെങ്കിൽ ഒരു 95% അടുത്ത പ്രാവശ്യവും സിസേറിയൻ ആയിരിക്കും. പക്ഷെ ആദ്യത്തെ പ്രസവമാണെങ്കിലും പ്രസവ വേദന തുടങ്ങുന്നതിന് മുൻപ് നമുക്കൊരിക്കലും പറയാൻ പറ്റില്ല ഇത് സാധാരണ പ്രസവമായിരിക്കുമോ സിസേറിയൻ ആയിരിക്കുമോ എന്ന്. ഒന്ന്, കുഞ്ഞ് അമ്മയുടെ പെൽവിസ് വഴി, അതായത് ശ്രേണി വലയം വഴി, അത് തീർച്ചയായിട്ടും ഒരു എല്ലിൻ്റെ ചട്ടക്കൂടാണ്. അവിടെ നമുക്ക് അമ്മയുടെ ആ എല്ല് വലുതാക്കാനോ ചെറുതാക്കാനോ ഒന്നും നമുക്ക് മാർഗങ്ങളില്ല. അപ്പോൾ ആ പെൽവിസ് എന്ന് പറയുന്ന ഒരു വഴിയിൽ കൂടെ, ഒരു പാത്രത്തിൽ കൂടെയാണ് കുഞ്ഞ് കടന്നു വരേണ്ടത്. അമ്മയുടെ ഇടുപ്പെല്ലിൻ്റെ വ്യാപ്തം നേരത്തെ തന്നെ നിശ്ചയിച്ചിട്ടുള്ളതാണ്. ചില സ്ത്രീകൾക്ക് നല്ല വ്യാപ്തമുള്ള ഇടുപ്പെല്ലായിരിക്കും, അവർക്ക് 5 കിലോ കുഞ്ഞിനെ പ്രസവിച്ചാലും പ്രശ്നങ്ങളൊന്നും വരില്ല. ചിലരുടെ ഇടുപ്പെല്ലിന് ഒട്ടും വ്യാപ്തം കാണില്ല, അവർക്ക് ചിലപ്പോൾ 2.5 കിലോയുള്ള കുഞ്ഞിനെ പ്രസവിക്കാൻ തന്നെ ബുദ്ധിമുട്ട് വരും. അല്ലെങ്കിൽ ഒരു സാധാരണ ഇടുപ്പുള്ള സ്ത്രീ ആയിരിക്കാം, പക്ഷേ അവരുടെ കുഞ്ഞിൻ്റെ വെയിറ്റ് ചിലപ്പോൾ 4 കിലോയിൽ കൂടുതൽ കാണും. അപ്പോൾ അമ്മയുടെ വെയിറ്റും കുഞ്ഞിൻ്റെ ഇടുപ്പെല്ലും തമ്മിൽ മാച്ച് ചെയ്ത് പോയില്ലെങ്കിൽ അവർക്ക് നോർമൽ ഡെലിവറി സാധ്യമല്ല. നോർമൽ ഡെലിവറി സാധ്യമാണ് കുഞ്ഞിൻ്റെ തല ഒരുപാട് ഇടുങ്ങുകയും ആ കുഞ്ഞിൻ്റെ തല ഇടുങ്ങുന്നത് വഴി കുഞ്ഞിൻ്റെ ബ്രെയിനിന് കുറച്ചൊക്കെ ക്ഷതം സംഭവിക്കുകയും കുഞ്ഞിന് ബുദ്ധിമാന്ദ്യം വരെ സംഭവിക്കുകയും ചെയ്യാവുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ പ്രസവത്തിന് മുമ്പ് തന്നെ നമുക്കിത് പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ പറയാൻ പറ്റില്ല. പ്രസവ വേദന തുടങ്ങിക്കഴിഞ്ഞേ നമുക്കിത് പറയാൻ പറ്റൂ. കാര്യം കുഞ്ഞ് വരുന്നതനുസരിച്ചാണ് നമുക്ക് മനസ്സിലാവുന്നത് കുഞ്ഞിൻ്റെ തല നീണ്ടു വരുന്നോ, കുഞ്ഞിൻ്റെ തലയിലൊരു സമ്മർദ്ദം വരുന്നുണ്ടോ എന്നൊക്കെ. അപ്പോൾ നമ്മൾ ആ സമയത്തായിരിക്കും നമ്മൾ സിസേറിയൻ എന്ന് തീരുമാനിക്കുന്നത്. ചിലപ്പോൾ പ്രസവത്തിൻ്റെ ഏറ്റവും അവസാന ഭാഗത്തായിരിക്കും കുഞ്ഞ് താഴോട്ട് വരുന്നില്ല എന്ന് മനസ്സിലാവുകയും എന്തെങ്കിലും ഇൻസ്ട്രുമെൻ്റൽ ഡെലിവറി എന്ന് പറയും, വാക്വം, ഫോർസെപ്സ്, അതൊക്കെ എടുത്തു കഴിഞ്ഞാൽ കുഞ്ഞിന് തലയ്ക്ക് ക്ഷതം വരും എന്ന സാധ്യതയും നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോഴും നമ്മൾ കൊണ്ടുപോയി സിസേറിയൻസ് ചെയ്യാറുണ്ട്. പിന്നെ കുഞ്ഞിന് പെട്ടെന്നൊരു ശ്വാസം മുട്ടൽ വരുന്നു. ഇപ്പോഴൊക്കെ ഈ ജീവിതശൈലി രോഗങ്ങൾ കാരണം, അതായത് അമിതമായ വർണ്ണമുള്ള സ്ത്രീകൾക്ക് പ്രഷർ, ഷുഗർ ഇതൊക്കെ കൂടുതലാണ്. സോ ഒരു 50% സ്ത്രീകൾക്കും ഒരു ചെറിയ രീതിയിലെങ്കിലും ഗർഭത്തിൽ പ്രമേഹത്തിൻ്റെ അസുഖമുണ്ട്, ഡയബറ്റിസിൻ്റെ അസുഖമുണ്ട്. അപ്പോൾ ഈ ഗർഭിണികളുടെ കുഞ്ഞുങ്ങളുടെ തൂക്കം സാധാരണയിലും കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ അവർക്കൊരു സാധാരണ പ്രസവം സാധ്യമല്ലാതെയും വരും. പ്രഷറുള്ള അമ്മമാരാണെങ്കിലോ കുഞ്ഞിന് വളർച്ചക്കുറവ് കാണും. ആ വളർച്ചക്കുറവുള്ള കുഞ്ഞ് ഈ പ്രസവ വേദന അനുഭവിച്ച് ഇടുപ്പെല്ലിനകത്തുകൂടെ കടന്നു വരുമ്പോൾ അവർക്കും ശ്വാസം മുട്ടും കാര്യങ്ങളുമൊക്കെ വരികയും അവർക്കും ബ്രെയിനിന് ക്ഷതമേൽക്കുകയും ചെയ്യും. ആ കുഞ്ഞുങ്ങളുടെ ബ്രെയിനിന് ക്ഷതമേൽക്കാനുള്ള സാധ്യതയുമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള അവസരങ്ങളിലും നമ്മൾ സിസേറിയൻ ചെയ്യുന്നു. പിന്നെ ഇപ്പോൾ നേരത്തെ ചിലർക്ക് 7 മാസം ആകുമ്പോൾ തന്നെ വെള്ളം പൊട്ടി പോകുന്നു, അല്ലെങ്കിൽ പനി വരുന്നു. അങ്ങനെയുള്ള കുഞ്ഞിനെ പ്രസവിപ്പിക്കുമ്പോഴും അങ്ങനെയുള്ള കുഞ്ഞുങ്ങളും ഒരു സാധാരണ പ്രസവം താങ്ങുകയില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള അവസരങ്ങൾ വരുമ്പോഴാണ് നമ്മൾ പെട്ടെന്ന് ഒരു സിസേറിയൻ എന്ന് തീരുമാനിക്കുന്നത്. അത് അമ്മയുടെയും കുഞ്ഞിൻ്റെയും ആരോഗ്യം കരുതി മാത്രമാണ് നമ്മൾ അങ്ങനെ സിസേറിയൻ ചെയ്യുന്നതും. അതുകൊണ്ട് തന്നെ സിസേറിയൻ നിരക്ക് കുറച്ച് കൂടുകയും ചെയ്യുന്നത്. നന്ദി, നമസ്കാരം. SAG, the ultimate entertainment destination. Watch SAG News. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.